എല്ലാത്തിനും സൃഷ്ടിച്ചിട്ട് എനിക്ക് നമുക്ക് തലയിൽ ഭാരം വയ്ക്കാം, ചുമക്കാൻ വയ്യ ചുമക്കാൻ വയ്യ ചുമക്കാൻ വയ്യ പറയണം. ഭാരം പക്കി വയ്ക്കുന്നതിന് മുമ്പേ ഇത് വലിയ ഭാരമാണ്, ഇത് വലിയ ഭാരമാണ്, എനിക്ക് ചുമക്കാൻ വയ്യേ, അയ്യോ ഇത് പൊക്കി നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും 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 എങ്ങനെയായിരിക്കും. കാരണമൊന്നും ഇല്ലെങ്കിലും ചീത്ത മാത്രമേ സംഭവിക്കൂ എന്ന് ചിന്തിച്ച് അതേറെ ഭർത്താവ് വരാൻ ശാലം താമസിച്ച ആക്സിഡൻ്റ് ആയിരിക്കുമോ, അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നമാണോ, അങ്ങനെ ഓരോ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കുമോ, എന്താ താമസിച്ച ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ കയറി ഭാര്യയോളും. യാതൊരു കാര്യം പറയുമ്പോൾ അമ്മ ഓർക്കുന്ന ഒരു സംഭവമാണ്. പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിൽ കൂടെ പോകണം, പിക്കനിക്ക് പോവാണ് കുറച്ച് ചെറുപ്പക്കാരെ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ രാത്രിയായി, വണ്ടി കേടായി, അടുത്തെങ്കിലും വർക്ക്ഷോപ്പില്ല, വണ്ടിയും കേടായി. ഗ്രാമത്തിലെ കടകളിൽ അവർക്ക് അത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നും പട്ടണത്തിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ച് ഈ ഗ്രാമങ്ങളെ കടയിൽ നിന്ന് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോൾ വണ്ടി കേട് അവിടെ അവിടെയും കടയുമില്ല. ഒരു വിശപ്പുമുണ്ട്, പക്ഷെ അവിടെ കിടക്കാൻ ലോക്ഷ്യമില്ല. ഇപ്പോൾ ഒരു കൃഷിക്കാരൻ ഇവരിങ്ങനെ വഴി കുത്തിയിരിക്കുന്നതാണ് വണ്ടി വെച്ച്. അപ്പോൾ കൃഷിക്കാരനോട് ചോദിച്ചു, ഇവിടെ വർക്ക്ഷോപ്പ് പോലെ ഉണ്ട്, അപ്പോൾ ഈ അടുത്തും വർക്ക്ഷോപ്പില്ല, നിങ്ങളിവിടെ അതിങ്ങനെ പിക്നിക്കിന് പോകാൻ വേണ്ടി ഇതിനടുത്ത് വന്നതാണ്, വണ്ടി കേടായ, അപ്പം നിങ്ങളൊന്നും കഴിച്ചില്ലേ? അല്ല, അത് ഞങ്ങൾ അവിടെ പോയി കഴിക്കാനിരിക്കുക. അപ്പം ഇങ്ങനെ രാത്രി കിടക്കും, ഇനിയിപ്പം ആരെങ്കിലും പോലെ പോയി വിളിച്ചിട്ട് വന്നാലേ വണ്ടി ശരിയാണ്, വാ എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് കൃഷിക്കാരൻ. അതൊരു മടി തോന്നി. നിവൃത്തിയിൽ നിന്നപ്പോൾ ചെറുപ്പക്കാരെല്ലാം കൃഷിക്കാരനോട് വീട്ടിലേക്ക് ചെന്നു. തനിക്ക് കിടക്കുന്ന പായെല്ലാം ഈ പിള്ളേർക്കെല്ലാം ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ്, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കഴിക്കാം. ഈ ചെറുപ്പക്കാർക്ക് ഈ ഗ്രാമത്തിലെ അതിലെന്ത് ഭക്ഷണമാണ്, വൃത്തിയുണ്ടോ, ഇതൊക്കെ ചിന്തിച്ചിട്ട് കഴിക്കാൻ മടിയായിരുന്നു. എങ്ങനെയുള്ള വെള്ളമാണ്, ചീത്ത വെള്ളമായിരിക്കും, നമുക്ക് അസുഖം ഉണ്ടാകും, ചില വിശ്വസിക്കാമോ, വണ്ടി പിടിച്ചെടുത്തിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി വല്ല വിഷമിട്ടായിരിക്കുമോ, ഇതൊക്കെയായിരുന്നു ചിന്ത. ഇത് ഭക്ഷണം കൊടുത്തു. അപ്പോൾ അവിടെ ഒരു പട്ടിയുണ്ട്, ഒരു ലീഡറായിട്ട് പോയ ആൾ ഈ പട്ടിക്ക് വേണ്ടിയെന്ന് കുറച്ച് ഭക്ഷണം കൊടുത്തു. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പട്ടി കഴിച്ചായിട്ട് അതിന് കൊടുത്ത് അറിയാനൊക്കെ വല്ല ലക്ഷണം. എന്നിട്ടാണ് ഇവർ കഴിച്ചത്. കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. ഒരാൾ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാനായിട്ട് വന്നപ്പോൾ ഉണ്ട് പട്ടി അവിടെ ചത്ത് കിടക്കുന്നു. അപ്പം ഇദ്ദേഹം പെട്ടെന്ന് തല കറങ്ങി, അയ്യോ നമ്മൾ കഴിച്ച വിഷമാണ്. അപ്പം മൂത്രം കഴിക്കാൻ ആൾക്ക് ഉണ്ണ തന്നെ കക്കൂസിൽ പണം തോന്നുക, വിഷം വെച്ചിട്ട് ഓടി കക്കൂസിൽ പോയി. കക്കൂസിൽ പോയി ആൾ തലകറങ്ങി വാദം കെട്ട് വീണ്. അടുത്താണ് മൂത്രം കഴിയുമ്പോൾ ഇയാൾ ബാത്റൂമിൽ തലകറങ്ങി കിടക്കുക. പിന്നെ കുലിക്കണെങ്കിൽ, എടാ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് വിഷയമുണ്ട്, പട്ടി അവിടെ ചെത്ത് കിടക്കുന്നടാ. ഇത് കേട്ടുകൊണ്ട് തന്നെ വയറിളകാൻ പോയി. പിന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി. അത് തിരക്കി ഒറ്റയാൾ വന്നപ്പോൾ അയാളും വയറിളകി, അയാൾ ഛർദ്ദിക്കാൻ തുടങ്ങി. കൂട്ട് ഛർദ്ദിലും ചുറ്റിലുമായി. അപ്പോഴാണ് ആ ഗൃഹനായനും ഭാര്യയും കൂടെ ഡോക്ടർ വിളിപ്പിച്ചു. ഡോക്ടർ എല്ലാവർക്കും മരുന്നെല്ലാം കൊടുത്തിട്ട് എന്താ നടന്ന സംഭവം പറയുവാറ്. അതിവിടുത്തെ ഭക്ഷണം ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചു. ഞങ്ങൾക്ക് ഇത്തിരി പരിചയമില്ലാത്ത ആളാണല്ലോ, ഇപ്പം എന്തായിരിക്കും കൊണ്ടുവന്ന്, അല്ല സാധനങ്ങളെ മോട്ടിക്കാനാണോ എന്താ നമുക്ക് അറിയത്തില്ലല്ലോ, പുതിയതായിട്ട് കണ്ട ആളാണ്. ഗ്രാമത്തിൽ നിന്ന് നല്ല വെള്ളമല്ല, വല്ല വിഷമുണ്ടോ, അപ്പം തന്നതിൽ വിഷമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പട്ടിക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഇങ്ങനെ വന്നപ്പോൾ പട്ടി എത്ത് കിടക്കുന്നു. എനിക്ക് വയറിളകാൻ തുടങ്ങി. അപ്പം ഇപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ വയറിളായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഗ്രാമത്തിൽ ഈ കൊണ്ടുവന്ന ആളത് കേട്ട്, ഞങ്ങൾ ഈ ഭക്ഷണം തന്നെയാണ് കഴിച്ചത്, ഞങ്ങൾക്ക് വയറിളക്കും തൊറ്റിനൊന്നും ഉണ്ടായില്ല, പിന്നെ എങ്ങനെ ഇവർക്കിത് വന്നു കുട്ടികൾ പറഞ്ഞ്, ഞങ്ങൾ പട്ടിക്ക് കുടിച്ചിട്ടാണ് കഴിച്ചത്, പട്ടി അവിടെ ചത്ത് കിടക്കുന്നത്. അയ്യോ ഇതെന്താ പറയുന്നത്, പട്ടി ജീപ്പ് പിടിച്ച് രാത്രിയില്ല അങ്ങനെ രക്തം മാറി കിടക്കുന്ന കണ്ടില്ലേ, ജീപ്പ് പിടിച്ച് എത്താം.
അങ്ങനെ എല്ലാം ചാടി എഴുന്നേറ്റ് എന്തിടാ പട്ടി വിഷമല്ലേ, ജീ പിടിച്ചെത്താണ്, ജീ പിടിച്ച് എല്ലാത്തിനും തൂറ്റിൽ നിന്ന് തലവേദന നിന്ന് തലക്കറക്കം നിന്ന് മരുന്ന് ആവശ്യം വന്നില്ല, ഉന്മേഷമായി. ഈ ഭയം നമ്മളെ എത്ര ദുർബലപ്പെടുത്തും എന്നുള്ളതാണ്.